പോളിംഗ് ശതമാന കണക്കിൽ വിജയപ്രതീക്ഷയുമായി മുന്നണികൾ. വിജയമുറപ്പിച്ച LDF, മണ്ഡലം പിടിച്ചെടുക്കുമെന്ന് UDFും NDAയും. PG ഡാം ഷട്ടറുകൾ തുറന്നുവിട്ട സംഭവം ഡാം മാനേജ്മെന്റ് കൈകാര്യം ചെയ്ത ഉദ്യോഗസ്ഥർക്ക് വീഴ്ച പറ്റിയതായി പോലീസ്. അന്വേഷണ റിപ്പോർട്ട് PG പോലീസ് കമ്മീഷണർക്ക് കൈമാറി. കൊടകര കള്ളപ്പണക്കേസിൽ അന്വേഷണ പുരോഗതി ആവശ്യപ്പെട്ട് ഹൈക്കോടതി നോട്ടീസ്. എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിനും ആദായ നികുതി വകുപ്പിനും DGPക്കുമാണ് ഹൈക്കോടതി നോട്ടീസ് നൽകിയത്. ഇരിങ്ങാലക്കുട ആലീസ് വധക്കേസ് 5 വർഷമായിട്ടും പ്രതികളെ കണ്ടെത്താനാകാതെ ഇരുട്ടിൽ തപ്പി പോലീസ്. CBI അന്വേഷണം ആവശ്യപ്പെട്ട് കുടുംബം രംഗത്ത്. സംസ്ഥാനത്ത് ആന എഴുന്നള്ളിപ്പിന് മാർഗനിർദ്ദേശങ്ങളുമായി ഹൈക്കോടതി. ആനകൾ തമ്മിൽ 3 മീറ്റർ ദൂരപരിധിയും ജനങ്ങളും ആനകളും തമ്മിൽ 8 മീറ്റർ ദൂരപരിധിയും പാലിക്കണമെന്ന് നിർദ്ദേശം. കേരള വിഷന്റെ ആഭിമുഖ്യത്തിൽ നടപ്പാക്കുന്ന എന്റെ കൺമണിക്ക് ഫസ്റ്റ് ഗിഫ്റ്റ് പദ്ധതിയുടെ ഉദ്ഘാടനം ശിശുദിനത്തിൽ തൃശൂർ ജനറൽ ആശുപത്രിയിൽ നടന്നു. 500ഓളം കിറ്റുകളാണ് കുരുന്നുകൾക്ക് ആദ്യ സമ്മാനമായി വിതരണം ചെയ്യുന്നത്. തൃശൂർ ശക്തൻ ബസ് സ്റ്റാൻഡ് അത്യാധുനിക രീതിയിൽ കോൺക്രീറ്റിംഗ് ചെയ്യുന്ന പ്രവർത്തികൾക്ക് വെള്ളിയാഴ്ച തുടക്കമാകും. നവീകരണ പ്രവർത്തികളുടെ ഭാഗമായി സ്റ്റാൻഡിലെത്തുന്ന ബസ്സുകൾക്ക് ഗതാഗത ക്രമീകരണം ഏർപ്പെടുത്തി. നമസ്കാരം. വാർത്തകൾ വിശദമായി. ചേലക്കരയിലെ വോട്ടർമാരുടെ മനസ്സ് ആർക്കൊപ്പമാണെന്നറിയാൻ ഇനി കാത്തിരിപ്പിന്റെ നാളുകൾ. പോളിംഗ് ശതമാന കണക്കിൽ വിജയപ്രതീക്ഷയുമായാണ് മുന്നണികളുടെ കാത്തിരിപ്പ്. 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിനേക്കാൾ ഇത്തവണ പോളിംഗ് ശതമാനം കുറവാണ്. 72.77% ഇത്തവണ പോളിംഗ്. കഴിഞ്ഞ തവണ 77.28% പോളിംഗ് ശതമാനത്തിലെ കുറവ് തങ്ങൾക്കനുകൂലമാകുമെന്ന പ്രതീക്ഷയിലാണ് 3 മുന്നണികളും. PV അൻവറിന്റെ പിന്തുണയോടെ മത്സരിച്ച DMK സ്വതന്ത്ര സ്ഥാനാർത്ഥി പിടിക്കുന്ന വോട്ടുകൾ ആർക്ക് നിർണായകമാകുമെന്ന് കാത്തിരുന്ന് കാണേണ്ടിവരും. മണ്ഡലത്തിലാകെയുള്ള 2,11,211 വോട്ടർമാരിൽ 1,55,077 പേരാണ് വോട്ട് രേഖപ്പെടുത്തിയത്. ചേലക്കരയിലെ തെരഞ്ഞെടുപ്പ് ആരവം ഒഴിഞ്ഞതോടെ അടുത്ത ദിവസങ്ങളിൽ പാലക്കാട്ടെ പ്രചാരണത്തിൽ സജീവമാകാനാണ് 3 സ്ഥാനാർത്ഥികളുടെയും തീരുമാനം. വോട്ടിംഗ് മെഷീനുകൾ സൂക്ഷിച്ച ചെറുതുരുത്തി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിന് കനത്ത സുരക്ഷ. സ്കൂളിന്റെ ഭാഗമായുള്ള കെട്ടിടത്തിലാണ് സ്ട്രോങ് റൂം ഒരുക്കിയിരിക്കുന്നത്. 180 വോട്ടിംഗ് മെഷീനുകൾ ബുധനാഴ്ച രാത്രി തന്നെ ഇവിടെ എത്തിച്ചിരുന്നു. സ്കൂളിലെ 5 ക്ലാസ് മുറികൾ നവംബർ 4 തന്നെ റവന്യൂ സംഘം ഏറ്റെടുത്തിരുന്നു. ഈ മാസം 23 വോട്ടെണ്ണൽ. പാലക്കാട് LDF മികച്ച വിജയം നേടുമെന്ന് CPM കേന്ദ്ര കമ്മിറ്റി അംഗം EP ജയരാജൻ. ആരു വിചാരിച്ചാലും CPMനെ തോൽപ്പിക്കാനാകില്ലെന്നും EP ജയരാജൻ പറഞ്ഞു. ജയരാജന്റെ ആത്മകഥാ വിവാദം ഉപതെരഞ്ഞെടുപ്പിന് ശേഷം CPM പരിശോധിച്ചേക്കുമെന്നാണ് വിവരം. പുസ്തകത്തിൽ വ്യക്തിപരമായ വിവരങ്ങളും ചിത്രങ്ങളും ഉൾപ്പെട്ടതാണ് സംശയത്തിന് കാരണമായിരിക്കുന്നത്. വിഷയത്തിൽ EP ജയരാജനോട് CPM വിശദീകരണം തേടിയേക്കും. നിലവിൽ EPയെ വിശ്വസിക്കുന്നുവെന്നാണ് CPM പ്രതികരണം. പ്രളയ കാരണം PG ഡാം മാനേജ്മെന്റ് കൈകാര്യം ചെയ്ത ഉദ്യോഗസ്ഥരുടെ വീഴ്ചയെന്ന് പോലീസ് റിപ്പോർട്ട്. PG ഡാം മാനേജ്മെന്റ് ചെയ്തിരുന്ന ഉദ്യോഗസ്ഥർ സമയബന്ധിതമായി ഷട്ടർ ഉയർത്തി വെള്ളം തുറന്നുവിട്ടിരുന്നെങ്കിൽ പ്രളയം ഒഴിവാക്കാമായിരുന്നുവെന്ന് PG SHO തയ്യാറാക്കിയ റിപ്പോർട്ടിൽ പറയുന്നു. അന്വേഷണ റിപ്പോർട്ട് കമ്മീഷണർക്ക് കൈമാറി. പ്രളയമുണ്ടായതിന് പിന്നിലെ ഉദ്യോഗസ്ഥ വീഴ്ച സംബന്ധിച്ച് അന്വേഷണം ആവശ്യപ്പെട്ട് KPCC സെക്രട്ടറി ഷാജി J കോടങ്കണ്ടത്താണ് പോലീസിൽ പരാതി നൽകിയത്. PG ഡാം മാനേജ്മെന്റിലെ വീഴ്ച പ്രളയത്തിന് കാരണമായ സംഭവത്തിൽ ഉദ്യോഗസ്ഥർക്കെതിരെ നടപടിയില്ല. ജൂൺ 29 PG ഡാം ഷട്ടറുകൾ തുറന്നത്. 3 ഇഞ്ച് വീതം 4 ഷട്ടറുകളാണ് ആദ്യം തുറന്നത്. എന്നാൽ അടുത്ത 12 മണിക്കൂറിനുള്ളിൽ ഇത് 72 ഇഞ്ചാക്കി ഉയർത്തി. ഇതേ തുടർന്ന് തൃശൂർ ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ പ്രളയമുണ്ടായി. കോടിക്കണക്കിന് രൂപയുടെ നാശനഷ്ടങ്ങളും സംഭവിച്ചു. PG ഡാം മാനേജ്മെന്റിലെ ഗുരുതര വീഴ്ചയായിരുന്നു പ്രളയത്തിന് കാരണമായത്. സംഭവത്തിൽ ഹൈക്കോടതി റിപ്പോർട്ട് തേടിയിരുന്നു. പ്രളയം കഴിഞ്ഞ് 4 മാസം പിന്നിട്ടിട്ടും കാരണക്കാരായ ഉദ്യോഗസ്ഥർക്കെതിരെ നടപടിയുണ്ടായിട്ടില്ല. കൊടകര കള്ളപ്പണക്കേസിൽ അന്വേഷണ പുരോഗതി ആവശ്യപ്പെട്ട് ഹൈക്കോടതി നോട്ടീസ്. എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിനും ആദായ നികുതി വകുപ്പിനും DGPക്കുമാണ് ഹൈക്കോടതി നോട്ടീസ് നൽകിയത്. 3 ആഴ്ചയ്ക്കകം അന്വേഷണ പുരോഗതി അറിയിക്കണമെന്ന് നോട്ടീസിൽ പറയുന്നു. കേസിലെ സാക്ഷിയായ സന്തോഷ് നൽകിയ ഹർജിയിലാണ് നടപടി. കൃത്യമായ അന്വേഷണം നടത്തി EDയോട് അന്തിമ റിപ്പോർട്ട് സമർപ്പിക്കണമെന്ന് നിർദ്ദേശിക്കണമെന്ന് ഹർജിയിൽ പറയുന്നു.
കേസിലെ 50ാം സാക്ഷിയാണ് സന്തോഷ്. ഇരിങ്ങാലക്കുട ആലീസ് വധത്തിൽ 5 വർഷമായിട്ടും കുറ്റവാളികളെ കണ്ടെത്താനാകാതെ പോലീസും ക്രൈംബ്രാഞ്ചും. CBI അന്വേഷണം ആവശ്യപ്പെട്ട് കുടുംബം. ഇരിങ്ങാലക്കുട ഈസ്റ്റ് കോമ്പാറ സ്വദേശി എലുവത്തിങ്കൽ കൂനൻ പരേതനായ പോൾസന്റെ ഭാര്യ ആലീസ് വീടിനുള്ളിൽ ദാരുണമായി കൊല്ലപ്പെട്ടത് 2019 നവംബർ 14-നാണ്. സംഭവം കഴിഞ്ഞ 5 വർഷമായിട്ടും പ്രതിയെപ്പറ്റി സൂചന പോലുമില്ലാതെ അന്വേഷണം വഴിമുട്ടി നിൽക്കുന്ന അവസ്ഥയിലാണ്. കൊലപാതകം നടന്ന വീട്ടിൽ 6 മാസമായി ക്യാമ്പ് ചെയ്ത് പോലീസ് സംഘം അന്വേഷണം നടത്തിയെങ്കിലും പ്രതിയെക്കുറിച്ച് സൂചന പോലും കിട്ടിയില്ല. സംഭവത്തിൽ തെളിവുകളില്ലാത്തതാണ് പോലീസിനെ വലയ്ക്കുന്നത്. സംഭവ സ്ഥലത്തു നിന്ന് പ്രതിയുടെ വിരലടയാളം പോലും ലഭിച്ചിരുന്നില്ല. അന്വേഷണം പിന്നീട് ലോക്കൽ പോലീസിൽ നിന്നും മാറ്റി ക്രൈംബ്രാഞ്ചിനെ ഏൽപ്പിച്ചെങ്കിലും കാര്യമായ പുരോഗതി ഉണ്ടായില്ല. കൊലയ്ക്കുപയോഗിച്ച കത്തി പൊതിഞ്ഞുകൊണ്ടുവന്നതെന്ന് കരുതുന്ന പത്രക്കടലാസ് മാത്രമാണ് കേസിൽ ഇതുവരെ ആകെ ലഭിച്ച തുമ്പ്. 2019 നവംബർ 14-ന് വൈകിട്ട് 6:30-യോടെയാണ് ആലീസിനെ വീടിനുള്ളിൽ കഴുത്തറുത്ത് കൊലപ്പെടുത്തിയ നിലയിൽ കണ്ടെത്തിയത്. അയൽവാസികൾ ആരുടെയും ശ്രദ്ധയിൽപ്പെടാതെ കൊലയാളി എങ്ങനെ ഓടിമറിഞ്ഞു എന്നത് ഇന്നും തെളിഞ്ഞിട്ടില്ല. ആലീസിന്റെ വീട്ടിലേക്ക് 2 പ്രധാന റോഡുകളുണ്ട്. എന്നിട്ടും ആരും കൊലയാളിയെ കണ്ടില്ലെന്നതും ദുരൂഹമാണ്. അതിവിദഗ്ധമായി ആസൂത്രണം ചെയ്ത കൊലപാതകമെന്നാണ് പോലീസ് നിഗമനം. ആലീസിന്റെ കൈകളിലെ 8 സ്വർണ്ണവളകൾ നഷ്ടപ്പെട്ടിരുന്നു. വളകൾ ആയുധമുപയോഗിച്ച് മുറിച്ചെടുത്തുവെന്നാണ് പോലീസ് നിഗമനം. അതേസമയം ആലീസിന്റെ കഴുത്തിലെ 6 പവന്റെ മാലയോ കമ്മലോ മോതിരങ്ങളോ നഷ്ടപ്പെട്ടിട്ടില്ല. ഇതാണ് ആസൂത്രിതമായ കൊലപാതകമെന്ന നിഗമനത്തിലേക്ക് എത്താൻ കാരണം. ഭർത്താവിന്റെ മരണശേഷം ഒറ്റയ്ക്ക് താമസിച്ചിരുന്ന ആലീസിന് രാത്രി കൂട്ടുകിടക്കാനെത്തിയ അയൽവാസിയായ സ്ത്രീയാണ് ആലീസിനെ മരിച്ച നിലയിൽ ആദ്യം കണ്ടത്. അടുത്തടുത്ത് വീടുകളുള്ള സ്ഥലത്ത് സംഭവ ദിവസം കർട്ടനുകൾ വിൽക്കാനെത്തിയ 2 പേരൊഴികെ ആരെയും സംശയകരമായ രീതിയിൽ പരിസരവാസികൾ കണ്ടിട്ടില്ല. കർട്ടനുകൾ വിൽപ്പന നടത്താനെത്തിയവരെക്കുറിച്ച് അന്വേഷിച്ചെങ്കിലും ഫലമുണ്ടായില്ല. കേസിൽ CBI അന്വേഷണം ആവശ്യപ്പെട്ട് ആലീസിന്റെ മകൻ ഹൈക്കോടതിയെ സമീപിച്ചിട്ടുണ്ട്. TCV ന്യൂസ്, ഇരിങ്ങാലക്കുട. സംസ്ഥാനത്ത് ആന എഴുന്നള്ളിപ്പുമായി ബന്ധപ്പെട്ട് വിശദമായ മാർഗനിർദ്ദേശങ്ങളുമായി ഹൈക്കോടതി. മതപരിപാടികളിലും ഉത്സവങ്ങളിലും മറ്റ് പരിപാടികളിലും ആനകൾ എഴുന്നള്ളിക്കുന്നതിനാണ് ഹൈക്കോടതിയുടെ മാർഗനിർദ്ദേശങ്ങളടങ്ങിയ ഉത്തരവിറക്കിയത്. ആനകൾ തമ്മിൽ 3 മീറ്റർ ദൂരപരിധിയും ജനങ്ങളും ആനകളും തമ്മിൽ 8 മീറ്ററും ആനയും തീവെട്ടിയും തമ്മിൽ 5 മീറ്റർ ദൂരപരിധിയും വെടിക്കെട്ട് സ്ഥലവും ആനയും തമ്മിൽ 100 മീറ്റർ ദൂരപരിധിയും പാലിക്കണമെന്ന് മാർഗനിർദ്ദേശത്തിൽ പറയുന്നു. ദിവസവും 30 കിലോമീറ്ററിൽ കൂടുതൽ ആനകളെ നടത്തിക്കരുത്. രാത്രി 10 മുതൽ പുലർച്ചെ 4 വരെ ആനകളെ യാത്ര ചെയ്യിക്കരുത്. തുടർച്ചയായി 3 മണിക്കൂറിൽ കൂടുതൽ ആനയെ എഴുന്നള്ളിപ്പിൽ നിർത്തരുത്. രാത്രിയിൽ ആനയ്ക്ക് ശരിയായ വിശ്രമ സ്ഥലം ഉറപ്പുവരുത്തണം. എഴുന്നള്ളിപ്പിനായി 1 മാസം മുമ്പ് അപേക്ഷ സമർപ്പിക്കണം. ആനയെ കൊണ്ടുപോകുന്ന വാഹനത്തിന്റെ വേഗത 25 കിലോമീറ്ററിൽ താഴെയാകണം. പരിപാടിയുടെ സംഘാടകർ ആനയുടെ ആരോഗ്യ സർട്ടിഫിക്കറ്റ് അടക്കമുള്ള എല്ലാ രേഖകളും ഉറപ്പാക്കണമെന്ന് മാർഗനിർദ്ദേശത്തിൽ പറയുന്നു. ജില്ലാതല സമിതി സർട്ടിഫിക്കറ്റുകൾ പരിശോധിച്ചായിരിക്കണം ആന എഴുന്നള്ളിപ്പിന് അനുമതി നൽകേണ്ടത്. ജസ്റ്റിസ് AK ജയശങ്കരൻ നമ്പ്യാർ, ജസ്റ്റിസ് A ഗോപിനാഥ് എന്നിവർ അടങ്ങിയ ഡിവിഷൻ ബെഞ്ചാണ് ഉത്തരവിട്ടത്. കേരള വിഷന്റെ ആഭിമുഖ്യത്തിൽ നടപ്പാക്കുന്ന എന്റെ കൺമണിക്ക് ഫസ്റ്റ് ഗിഫ്റ്റ് പദ്ധതിയുടെ ഉദ്ഘാടനം ശിശുദിനത്തിൽ തൃശൂർ ജനറൽ ആശുപത്രിയിൽ നടന്നു. 500 കിറ്റുകളാണ് കുരുന്നുകൾക്ക് ആദ്യ സമ്മാനമായി വിതരണം ചെയ്യുന്നത്. കേരള വിഷൻ മണപ്പുറം ഫൗണ്ടേഷനുമായി സഹകരിച്ചാണ് തൃശൂർ ജനറൽ ആശുപത്രിയിൽ എന്റെ കൺമണിക്ക് ഫസ്റ്റ് ഗിഫ്റ്റ് പദ്ധതി നടപ്പാക്കിയത്. മേയർ MK വർഗീസ് ഉദ്ഘാടനം നിർവഹിച്ചു. സമൂഹത്തിൽ ഇന്നും മറ്റുള്ളവരെ സഹായിക്കാൻ സന്മനസ്സുള്ള സംവിധാനം ഉണ്ട് എന്നതിന് തെളിവാണ് കേരള വിഷന്റെ എന്റെ കൺമണിക്ക് ഫസ്റ്റ് ഗിഫ്റ്റ് പദ്ധതിയെന്ന് MK വർഗീസ് പറഞ്ഞു. കേരള വിഷൻ ഏറ്റെടുത്ത് കേരളത്തിനകത്തുള്ള എല്ലാ പൊതുമേഖലയിലുള്ള ആസ്പത്രികളിലേക്കും ഒരു പ്രൊജക്റ്റ് എത്തിക്കുന്ന ഒരു സംരംഭത്തിനകത്ത് എന്റെ കൺമണിക്ക് എന്നതിൻ്റെ പേരിൽ ഒരു കിറ്റ് നമ്മൾ കൊടുക്കുക. ഇത് നൽകുമ്പോൾ നമ്മൾ മനസ്സിലാക്കണം, സമൂഹത്തിനകത്ത് ഇന്നും മറ്റുള്ളവരെ സഹായിക്കാൻ തയ്യാറുള്ള ഒരു സംവിധാനമുണ്ട് എന്നുള്ളത് നമുക്ക് ബോധ്യപ്പെടുകയാണ്. കേരള വിഷൻ മാനേജിംഗ് ഡയറക്ടർ പ്രജേഷ് അച്ചാണ്ടി അധ്യക്ഷത വഹിച്ചു. മണപ്പുറം ഫൗണ്ടേഷൻ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ ജോർജ് D. ദാസ്, തൃശൂർ ജനറൽ ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ താജുപോളിന് കിറ്റുകൾ നൽകി. തൃശൂർ ജനറൽ ആശുപത്രിയുടെ അഭിനന്ദന പത്രം കേരള വിഷൻ MD പ്രജേഷ് അച്ചാണ്ടി ജോർജ് D. ദാസിന് ചടങ്ങിൽ കൈമാറി. ചലച്ചിത്ര താരം ഭാമ മുഖ്യാതിഥിയായിരുന്നു. കോർപ്പറേഷൻ ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ PK ഷാജൻ, ഡോക്ടർ VK മിനി, COA ജില്ലാ പ്രസിഡന്റ് TD സുഭാഷ്, ജില്ലാ സെക്രട്ടറി P. ആന്റണി, ജില്ലാ ട്രഷറർ CG ജോസ്, ആശുപത്രി ഡെപ്യൂട്ടി സൂപ്രണ്ട് ഡോക്ടർ അനൂപ്, തൃശൂർ കേരള വിഷൻ മാനേജിംഗ് ഡയറക്ടർ
ടി ജയപ്രകാശ്, കേരള വിഷൻ ഡയറക്ടർ KG സുബ്രഹ്മണ്യൻ, മണപ്പുറം ഫൗണ്ടേഷൻ CSR ഹെഡ് ശില്പ ട്രീസ സെബാസ്റ്റ്യൻ, എൻ്റെ കൺമണി ജില്ലാ കോർഡിനേറ്റർ ജേക്കബ് ജെറോം തുടങ്ങിയവർ സംസാരിച്ചു. കേരളത്തിലെ സർക്കാർ ആശുപത്രികളിൽ ജനിക്കുന്ന കുട്ടികൾക്ക് ആദ്യ സമ്മാനമായി ബേബി കിറ്റുകൾ വിതരണം ചെയ്യുന്ന കേരള വിഷന്റെ പദ്ധതിയായ എൻ്റെ കൺമണിക്ക് ഫസ്റ്റ് ഗിഫ്റ്റ് പദ്ധതി 3 വർഷം പിന്നിടുകയാണ്. TC വിനോസ്, തൃശൂർ. കാലങ്ങളായി കുണ്ടും കുഴിയുമായി ശോചനീയാവസ്ഥയിൽ കിടന്നിരുന്ന തൃശൂർ ശക്തൻ ബസ് സ്റ്റാൻഡ് അത്യാധുനിക രീതിയിൽ കോൺക്രീറ്റിംഗ് ചെയ്യുന്ന പ്രവർത്തികൾക്ക് വെള്ളിയാഴ്ച തുടക്കമാകും. നവീകരണ പ്രവർത്തികളുടെ ഭാഗമായി സ്റ്റാൻഡിലെത്തുന്ന ബസ്സുകൾക്ക് ഗതാഗത ക്രമീകരണം ഏർപ്പെടുത്തി. തകർന്നു കിടക്കുന്ന ബസ് സ്റ്റാൻഡിന്റെ തെക്കുഭാഗം താൽക്കാലികമായി കോൺക്രീറ്റ് ചെയ്ത് നവീകരിക്കുന്ന പ്രവൃത്തികൾക്കാണ് വെള്ളിയാഴ്ച തുടക്കം കുറിക്കുന്നത്. രാവിലെ 10-ന് P. ബാലചന്ദ്രൻ MLA കോൺക്രീറ്റിംഗിന്റെ ഉദ്ഘാടനം നിർവഹിക്കും. ഇതിന്റെ തുടർച്ചയെന്നോണം അധികം വൈകാതെ തന്നെ അത്യാധുനിക രീതിയിലുള്ള പുതിയ ബസ് സ്റ്റാൻഡ് കോംപ്ലക്സിനും നിർമ്മാണത്തിനും തുടക്കം കുറിക്കാനാകുമെന്ന പ്രതീക്ഷയിലാണ് കോർപ്പറേഷൻ അധികൃതർ. തൃശൂർ കോർപ്പറേഷനും സ്വകാര്യ കൺസ്ട്രക്ഷൻ കമ്പനിയുമായുള്ള തർക്കത്തെ തുടർന്ന് കഴിഞ്ഞ 3.5 പതിറ്റാണ്ടിലേറെക്കാലമായി യാതൊരു വികസന പ്രവർത്തനവും നടത്താനാവാതെ അനാഥമായി കിടന്നിരുന്ന തൃശൂർ ശക്തൻ നഗർ ബസ് സ്റ്റാൻഡിനാണ് ഇപ്പോൾ പുതുജീവൻ വന്നിരിക്കുന്നത്. ദിവസവും 100 കണക്കിന് ബസ്സുകൾ വന്നു പോകുന്ന മധ്യ കേരളത്തിലെ തന്നെ പ്രധാന പ്രൈവറ്റ് ബസ് സ്റ്റാൻഡുകളിലൊന്നായ ശക്തൻ ബസ് സ്റ്റാൻഡ് 1987 ആരംഭിച്ചത്. എന്നാൽ അതിനുശേഷം നാളിതുവരെയായി കാര്യമായ ഒരു വികസന പ്രവർത്തനവും നടത്താൻ മാറി മാറി വന്ന കോർപ്പറേഷൻ ഭരണസമിതികൾക്ക് കഴിഞ്ഞിരുന്നില്ല. നവീകരണമില്ലാത്തതിനാൽ തകർന്നു കിടക്കുന്ന സ്റ്റാൻഡിലെ കെട്ടിടങ്ങളും ശോചനീയാവസ്ഥയിലുള്ള ശൗചാലയങ്ങളും സാമൂഹ്യ വിരുദ്ധരുടെ അഴിഞ്ഞാട്ടവുമെല്ലാം സ്റ്റാൻഡിലെത്തുന്നവർക്കും കച്ചവടക്കാർക്കും എന്നും ഒരു പേടി സ്വപ്നമാണ്. ഇത് സംബന്ധിച്ച് വ്യാപാരികൾ അടക്കമുള്ളവർ നിരവധി തവണ കോർപ്പറേഷന് പരാതികൾ നൽകിയിരുന്നെങ്കിലും യാതൊരു നടപടിയും ഉണ്ടായിരുന്നില്ല. ഇതിനിടയിൽ കൺസ്ട്രക്ഷൻ കമ്പനിയുമായി നിലനിന്നിരുന്ന തർക്കം കോർപ്പറേഷന് രമ്യമായി പരിഹരിക്കാനായത് വികസന സ്വപ്നങ്ങൾക്ക് ആക്കം കൂട്ടി. ഇതിന്റെ ഭാഗമായി PP മോഡൽ, CRS ഫണ്ട്, ഓൺ ഫണ്ട് തുടങ്ങിയവ ഉപയോഗപ്പെടുത്തി വികസന പ്രവർത്തനങ്ങൾ നടത്തുന്നതിനാണ് കോർപ്പറേഷൻ മുൻതൂക്കം നൽകുന്നത്. കോൺക്രീറ്റിംഗ് പൂർത്തിയാകുന്നതുവരെ ഇവിടെ ഗതാഗത ക്രമീകരണവും ഏർപ്പെടുത്തിയിട്ടുണ്ട്. ശക്തൻ ബസ് സ്റ്റാൻഡിന്റെ തെക്ക് ഭാഗത്തുള്ള ട്രിച്ചൂർ ടവറിന് മുൻപിലായിട്ടാണ് താൽക്കാലികമായി ബസ് സ്റ്റാൻഡ് സജ്ജീകരിക്കുന്നത്. കുന്നംകുളം, ഗുരുവായൂർ, കാഞ്ഞാണി ഭാഗങ്ങളിലേക്ക് പോകുന്ന ബസ്സുകൾ കോൺക്രീറ്റിംഗ് പൂർത്തിയാകുന്നതുവരെ കൊക്കാല വഴി പോകില്ല. പകരം OWC പ്ലാന്റിന് സമീപത്ത് കൂടി നിർമ്മിച്ച പുതിയ വഴിയിലൂടെയാണ് സർവീസ് നടത്താനുള്ള ക്രമീകരണം ഒരുക്കിയിരിക്കുന്നത്. TCV, തൃശൂർ. വടക്കാഞ്ചേരിയിൽ അടച്ചിട്ട വീട് കുത്തി തുറന്ന് 15 പവൻ സ്വർണ്ണാഭരണങ്ങൾ കവർന്നു. വടക്കാഞ്ചേരി വാഴാനി റോഡിൽ കളത്തിൽപ്പറമ്പിൽ കുഞ്ഞാന്റെ വീട്ടിൽ നിന്നാണ് 8 ലക്ഷത്തിലധികം രൂപ വില വരുന്ന സ്വർണ്ണാഭരണങ്ങൾ മോഷണം പോയത്. സ്വർണ്ണാഭരണങ്ങൾക്ക് പുറമെ 2 TV-യും ബാത്റൂമിലെ പിച്ചള ഫിറ്റിംഗുകളും മോഷണം പോയി. പുല്ല് വെട്ടാനെത്തിയ തൊഴിലാളികളാണ് വീട് തുറന്നു കിടക്കുന്ന വിവരം വീട്ടുടമസ്ഥൻ അറിയിച്ചത്. വീട്ടിലെ മുഴുവൻ മുറികളിലെയും അലമാരകൾ കുത്തി തുറന്ന് വാരി വലിച്ചിട്ട നിലയിലാണ്. വടക്കാഞ്ചേരി SHO റെജിൻ N. തോമസിന്റെ നേതൃത്വത്തിലുള്ള പോലീസ് അന്വേഷണം ആരംഭിച്ചു. വിരലടയാള വിദഗ്ധരും ഡോഗ് സ്ക്വാഡും സ്ഥലത്തെത്തി പരിശോധന നടത്തി. വീട്ടുടമയായ കുഞ്ഞാനും മക്കളും മലപ്പുറത്താണ് താമസിച്ചു വരുന്നത്. കട്ടിലപ്പൂവത്ത് കാട്ടാനിറങ്ങി വീടിന്റെ മതിൽ തകർത്തു. കട്ടിലപ്പൂവം സ്വദേശി തൈക്കാട്ടുമുളയിൽ രാജുവിന്റെ വീട്ടുമതിലാണ് ആന തകർത്തത്. കഴിഞ്ഞ ദിവസം രാത്രിയാണ് സംഭവം. കാട്ടാന റോഡിൽ കൂടി നടന്നു പോകുന്ന ദൃശ്യങ്ങൾ CCTV ക്യാമറയിൽ പതിഞ്ഞിട്ടുണ്ട്. പ്രദേശത്ത് കാട്ടാന ശല്യം രൂക്ഷമായിരിക്കുകയാണ്. പീച്ചി കുതിരാൻ വനമേഖലയിൽ നിന്നാണ് കാട്ടാനകൾ കട്ടിലപ്പൂവം ജനവാസ മേഖലയിലേക്ക് എത്തുന്നതെന്ന് നാട്ടുകാർ പറഞ്ഞു. 3 ആനകളാണ് സ്ഥിരമായി മേഖലയിലെത്തുന്നതെന്നും നാട്ടുകാർ ചൂണ്ടിക്കാട്ടി. തൃശൂർ റെയിൽവേ സ്റ്റേഷനിൽ ഉപേക്ഷിച്ച നിലയിൽ കഞ്ചാവ് കണ്ടെത്തി. ബാഗിലാക്കി ഉപേക്ഷിച്ച നിലയിൽ 9 കിലോ 900 ഗ്രാം കഞ്ചാവാണ് റെയിൽവേ SI KO തോമസിന്റെ നേതൃത്വത്തിൽ പിടികൂടിയത്. ബാഗ് ഉപേക്ഷിച്ച വ്യക്തിയെ കണ്ടെത്താൻ CCTV ദൃശ്യങ്ങൾ പരിശോധിക്കുന്നുണ്ട്. തൃശൂർ നഗരത്തിൽ നടന്ന ശിശുദിന റാലി വർണ്ണാഭമായി. ജില്ലാ ഭരണകൂടം, ജില്ലാ ശിശുക്ഷേമ സമിതി, പൊതുവിദ്യാഭ്യാസ വകുപ്പ്, കോർപ്പറേഷൻ, ജില്ലാ പഞ്ചായത്ത് എന്നിവയുടെ സംയുക്താഭിമുഖ്യത്തിലായിരുന്നു റാലി സംഘടിപ്പിച്ചത്. തൃശൂർ CMS ഹയർ സെക്കൻഡറി സ്കൂളിൽ നിന്നും ആരംഭിച്ച റാലിയിൽ വിവിധ സ്കൂളുകളിൽ നിന്നുള്ള വിദ്യാർത്ഥികൾ പങ്കെടുത്തു. കുട്ടികളുടെ പ്രധാനമന്ത്രി S. ദക്ഷിണാഥ് നയിച്ച റാലി കോർപ്പറേഷൻ മേയർ MK വർഗീസ് ഫ്ളാഗ് ഓഫ് ചെയ്തു. P. ബാലചന്ദ്രൻ MLA, ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് VS പ്രിൻസ് എന്നിവർ ചേർന്ന് ടൗൺ ഹാളിൽ റാലിയെ സ്വീകരിച്ചു. തുടർന്ന് നടന്ന ആഘോഷങ്ങളുടെ ഉദ്ഘാടനം കുട്ടികളുടെ ചാച്ചാജി നിർവഹിച്ചു.
റോഡ് നിർമ്മാണത്തിന്റെ ഭാഗമായി പന്നിത്തടം സെന്ററിലുള്ള ആൽമരം മുറിക്കുന്നത് തടഞ്ഞതിനെ തുടർന്ന് ബിജെപി പ്രവർത്തകരും പോലീസും തമ്മിൽ സംഘർഷം. ബിജെപി പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കി. ബഡ്ജറ്റ് ഫണ്ടിൽ ഉൾപ്പെടുത്തി ഏകദേശം 50 കോടി രൂപ ഉപയോഗിച്ചാണ് പന്നിത്തടം സെന്റർ വികസനം ഉൾപ്പെടെയുള്ള കേച്ചേരി അക്കീക്കാവ് ബൈപ്പാസ് റോഡിന്റെ നിർമ്മാണം നടക്കുന്നത്. ഇതിന്റെ ഭാഗമായാണ് പന്നിത്തടം സെന്ററിൽ നിൽക്കുന്ന ആൽമരം മുറിച്ചു നീക്കുന്നത്. എന്നാൽ ആൽമരത്തിൽ ഹനുമാൻ സ്വാമി പ്രതിഷ്ഠയുണ്ടെന്നും മാറ്റി പ്രതിഷ്ഠിക്കാൻ സമയം അനുവദിക്കണമെന്നും ആവശ്യപ്പെട്ടാണ് ബിജെപി നേതാക്കൾ തടഞ്ഞത്. അതേസമയം ബിജെപി വിശ്വ ഹിന്ദു പരിഷത്ത് നേതാക്കളുമായി ചർച്ച ചെയ്ത് പ്രതിഷ്ഠ മാറ്റാൻ 1 മാസത്തോളം സമയം അനുവദിച്ചിരുന്നുവെന്നും ഇതിന് ബിജെപി നേതൃത്വം തയ്യാറായില്ലെന്നും മരം മുറിച്ചു മാറ്റിയില്ലെങ്കിൽ നിർമ്മാണ പ്രവർത്തനം തടസ്സപ്പെടുമെന്നതിനാലാണ് മരം മുറിക്കാൻ ആരംഭിച്ചതെന്നും പൊതുമരാമത്ത് കിഫ്ബി ഉദ്യോഗസ്ഥരും പഞ്ചായത്ത് അധികൃതരും പറഞ്ഞു. മരത്തിന്റെ ചില്ലകൾ മുറിച്ചു മാറ്റാൻ തുടങ്ങിയതോടെ ബിജെപി പ്രവർത്തകരെത്തി തടയുകയായിരുന്നു. ഉദ്യോഗസ്ഥരുടെ പരാതിയെ തുടർന്ന് എരുമപ്പെട്ടി SI U മഹേഷിന്റെ നേതൃത്വത്തിൽ പോലീസ് സ്ഥലത്തെത്തി നേതാക്കളുമായി ചർച്ച നടത്തി. എന്നാൽ ബിജെപി പ്രവർത്തകർ പിന്മാറാതിരുന്നതിനെ തുടർന്ന് പോലീസ് അറസ്റ്റ് ചെയ്യാൻ ശ്രമിച്ചതോടെ പ്രവർത്തകരും പോലീസും തമ്മിൽ രൂക്ഷമായ വാക്കേറ്റവും ഉന്തും തള്ളും നടന്നു. തുടർന്ന് പോലീസ് ബിജെപി നേതാക്കളെയും പ്രവർത്തകരെയും ബലമായി അറസ്റ്റ് ചെയ്തു നീക്കുകയായിരുന്നു. TCV ന്യൂസ്, എരുമപ്പെട്ടി. ഡ്രൈവിംഗിനിടെയുണ്ടാകുന്ന തർക്കങ്ങളും അക്രമങ്ങളും ഏറിവരുന്നതായി മോട്ടോർ വാഹന വകുപ്പ്. ഡ്രൈവിംഗിനിടെയുണ്ടാകുന്ന തർക്കങ്ങൾ കൊലപാതകത്തിൽ കലാശിച്ച സംഭവങ്ങൾ വരെ എത്തിയ സാഹചര്യത്തിലാണ് മോട്ടോർ വാഹന വകുപ്പ് സമൂഹമാധ്യമങ്ങൾ വഴി സന്ദേശങ്ങൾ പ്രചരിപ്പിക്കുന്നത്. വാഹനങ്ങൾ അപകടത്തിൽപ്പെട്ടാൽ പരിക്കേറ്റവർക്ക് അടിയന്തര ചികിത്സ ഉറപ്പാക്കണമെന്ന് മോട്ടോർ വാഹന വകുപ്പ് നിർദ്ദേശിക്കുന്നു. റോഡിൽ തർക്കത്തിന് മുതിരാതെ നിയമ സംവിധാനങ്ങളെ സമീപിക്കണമെന്നും വകുപ്പ് നിർദ്ദേശിച്ചു. തൃശൂർ ശക്തൻ നഗറിൽ KSRTC ബസ്സിടിച്ച് തകർന്ന ശക്തൻ തമ്പുരാന്റെ പ്രതിമ അറ്റകുറ്റപ്പണികൾക്ക് ശേഷം വെള്ളിയാഴ്ച രാവിലെ തൃശൂരിലെത്തിക്കും. 5 മാസത്തിന് ശേഷമാണ് കേടുപാടുകൾ തീർത്ത് പ്രതിമ പുനഃസ്ഥാപിക്കുന്നത്. തൃശൂരിന്റെ ശില്പിയായ ശക്തൻ തമ്പുരാനോടുള്ള ആദരസൂചകമായി കോർപ്പറേഷന്റെ നേതൃത്വത്തിൽ 13 വർഷം മുൻപാണ് ശക്തൻ സ്ക്വയറിൽ 1.5 ടൺ ഭാരമുള്ള ശക്തൻ തമ്പുരാന്റെ ചെമ്പിൽ തീർത്ത പൂർണ്ണകായ പ്രതിമ സ്ഥാപിച്ചത്. തൃശൂരിന്റെ തിലകക്കുറിയായി നിലകൊണ്ടിരുന്ന പ്രതിമ ഇക്കഴിഞ്ഞ ജൂൺ 9 പുലർച്ചെയാണ് നിയന്ത്രണം വിട്ട KSRTC ബസ്സിടിച്ച് തകർത്തത്. തുടർന്ന് വകുപ്പ് മന്ത്രിയും റവന്യൂ മന്ത്രിയും മേയറും സ്ഥലം MLAയുമെല്ലാം പ്രശ്നത്തിൽ ഇടപെട്ട് പ്രതിമ 2 മാസത്തിനുള്ളിൽ തന്നെ പുനഃസ്ഥാപിക്കുമെന്ന് ഉറപ്പ് നൽകിയിരുന്നെങ്കിലും 5 മാസം കഴിഞ്ഞാണ് പ്രതിമയുടെ തകരാർ പരിഹരിച്ച് തൃശൂരിൽ എത്തിക്കുന്നത്. ജൂൺ 18 പ്രതിമയുടെ കേടുപാടുകൾ തീർക്കാൻ പ്രതിമ നിർമ്മിച്ച ശില്പി കുന്നുവിള മുരളി തന്റെ തിരുവനന്തപുരം പാപ്പനംകോടുള്ള ശില്പ നിർമ്മാണ കേന്ദ്രത്തിലേക്ക് കൊണ്ടുപോയത്. എങ്കക്കാട് മാരാത്തുകുന്ന് റെയിൽവേ ഗേറ്റുകളിലൂടെയുള്ള ദുരിതയാത്രയ്ക്ക് പരിഹാരമായില്ല. സമരം ആരംഭിച്ച് പ്രദേശവാസികൾ. റെയിൽവേ ഗേറ്റുകൾ ഒഴിവാക്കി മേൽപ്പാലമോ ബദൽ സംവിധാനങ്ങളോ ഒരുക്കണമെന്നാവശ്യപ്പെട്ട് ജനകീയ ആക്ഷൻ കൗൺസിലിന്റെ നേതൃത്വത്തിലാണ് സമരം. കരുമത്ര, വാഴാനി, പുന്നംപറമ്പ് തുടങ്ങിയ പ്രദേശങ്ങളിൽ നിന്നായി ആയിരക്കണക്കിന് വാഹനങ്ങളാണ് പ്രതിദിനം ഇതിലൂടെ സഞ്ചരിക്കുന്നത്. ജില്ലയിലെ പ്രധാന ടൂറിസം കേന്ദ്രമായ വാഴാനി ഡാമിലേക്ക് ഉൾപ്പെടെയുള്ള സഞ്ചാരപാതയിൽ ഒട്ടേറെ സമയമാണ് റെയിൽവേ ഗേറ്റ് അടച്ചിടുന്നത്. സ്കൂളുകളിലേക്കും ഓഫീസുകളിലേക്കും ആശുപത്രികളിലേക്ക് അത്യാസന്ന നിലയിലായുള്ള രോഗികളുമായി പോകുന്നവരും ഉൾപ്പെടെ അനുഭവിക്കുന്ന ദുരിതം ചെറുതല്ല. ഗേറ്റിൽ ആംബുലൻസുകൾ കുടുങ്ങി സമയത്ത് ആശുപത്രിയിൽ എത്തിച്ചേരാനാകാതെ നിരവധി ജീവനുകൾ നഷ്ടപ്പെട്ട സംഭവങ്ങളുണ്ട്. ഓരോ പ്രാവശ്യം അടയ്ക്കുമ്പോഴും നൂറുകണക്കിന് വാഹനങ്ങൾ ഇരുഭാഗത്തുമായിട്ടുണ്ടാകും. വലിയ തരത്തിൽ ഈ 2 റെയിൽവേ ഗേറ്റുകളും ബുദ്ധിമുട്ടിക്കുകയാണ്. ഇതിനെതിരെ ഒരു ആക്ഷൻ കൗൺസിൽ അടുത്ത കാലത്തായിട്ട് രൂപീകരിച്ചിട്ടുണ്ട്. അതിൻ്റെ നേതൃത്വത്തിൽ വലിയ സമരങ്ങൾ, റെയിൽവേ ഗേറ്റ് ഒഴിവാക്കി മേൽപ്പാലം പണിയണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് വലിയ സമരങ്ങൾ നടന്നു വരികയാണ്. റെയിൽവേ ഗേറ്റ് മൂലമുള്ള ദുരിതത്തിൽ ശാശ്വത പരിഹാരം കാണണമെന്നാണ് പ്രദേശവാസികളുടെ ആവശ്യം. എത്രയും വേഗത്തിൽ മേൽപ്പാല നിർമ്മാണത്തിനുള്ള നടപടികൾ ആരംഭിക്കാൻ അധികൃതർ മുൻകൈ എടുക്കണമെന്ന് പ്രദേശവാസികൾ ആവശ്യപ്പെട്ടു.
എത്രയോ മരണങ്ങൾ നടക്കണം അറിയാം. ഇവിടെ ഈ മറ്റേ ആംബുലൻസിൽ വന്നിട്ട് ഈ ഗേറ്റിൽ റീസെൻ്റ്ലി ഒരു 4-5 മരണങ്ങൾ നടന്നിട്ടുണ്ട്. അപ്പോൾ ചെറിയ സംഭവമല്ല. പിന്നെ ഒരു ഗ്രാമം ഒറ്റപ്പെട്ട സ്ഥിതിയിലാണ്. വടക്കാഞ്ചേരിക്ക് പോകണമെങ്കിൽ ഒരു അരമണിക്കൂർ ഗേറ്റിൽ നമ്മൾ പെടുന്നുള്ള ലെവലിൽ അവിടെ അടഞ്ഞു കിടക്കുന്നുള്ള മുൻകൂട്ടിയുള്ള ഒരു ചിന്താഗതിയോടുകൂടി വേണം വടക്കാഞ്ചേരിക്ക് പോകാനായിട്ട്. TCV ന്യൂസ് വടക്കാഞ്ചേരി. തൃശൂരിന്റെ സാംസ്കാരിക രംഗത്ത് നിറസാന്നിധ്യമായിരുന്ന തിരുവമ്പാടി കുട്ടൻ എന്നറിയപ്പെട്ടിരുന്ന M. കൃഷ്ണൻകുട്ടിയുടെ 27ാം ചരമവാർഷികത്തോടനുബന്ധിച്ച് സ്മാരക പുരസ്കാര സമർപ്പണവും അനുസ്മരണവും സംഘടിപ്പിച്ചു. തിരുവമ്പാടി ശ്രീപത്മം ഓഡിറ്റോറിയത്തിൽ നടന്ന ചടങ്ങിൽ സംഗീത നാടക അക്കാദമി സെക്രട്ടറി കരിവെള്ളൂർ മുരളി കൃഷ്ണൻകുട്ടി സ്മാരക പുരസ്കാരം നർത്തകിയും കലാമണ്ഡലം സർവകലാശാല മോഹിനിയാട്ട മേധാവിയുമായ ഡോക്ടർ രജിത രവിക്ക് സമ്മാനിച്ചു. മുൻ നിയമസഭാ സ്പീക്കർ അഡ്വക്കേറ്റ് താറമ്പി രാമകൃഷ്ണൻ അധ്യക്ഷനായി. കലാനിരൂപകൻ പ്രൊഫസർ ജോർജ് എസ് പോൾ, ഡിവിഷൻ കൌൺസിലർ പൂർണിമ സുരേഷ്, തിരുവമ്പാടി ദേവസ്വം സെക്രട്ടറി കെ ഗിരീഷ് കുമാർ, സ്മാരക സമിതി സെക്രട്ടറി പ്രൊഫസർ M. ഹരിദാസ്, എ. രാമകൃഷ്ണൻ തുടങ്ങിയവർ സംസാരിച്ചു. കയ്പമംഗലം പോലീസ് സ്റ്റേഷൻ പരിധിയിലെ കുപ്രസിദ്ധ ഗുണ്ടയെ കാപ്പ ചുമത്തി തടങ്കലിലാക്കി. ചാമക്കാല ചക്കുന്നി കോളനി സ്വദേശി ചക്കനാത്ത് വീട്ടിൽ വൈഷ്ണവിനെയാണ് തടങ്കലിലാക്കിയത്. 10ഓളം കേസുകളിൽ പ്രതിയാണ് ഇയാളെന്ന് പോലീസ് പറഞ്ഞു. ഇരട്ട കൊലപാതക കേസിൽ ജാമ്യത്തിന് ശ്രമിച്ചു വരുന്നതിനിടെയാണ് കാപ്പ ചുമത്തിയത്. റൂറൽ ജില്ലാ പോലീസ് മേധാവി നവനീത് ശർമ്മ നൽകിയ ശുപാർശയുടെ അടിസ്ഥാനത്തിൽ ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യനാണ് 6 മാസത്തേക്ക് തടങ്കൽ ഉത്തരവ് പുറപ്പെടുവിച്ചത്. കയ്പമംഗലം പോലീസ് ഇൻസ്പെക്ടർ M. ഷാജഹാൻ, സീനിയർ സിവിൽ പോലീസ് ഓഫീസർമാരായ മുഹമ്മദ് റാഫി ചേനകപ്പറമ്പിൽ, ഷിജു എന്നിവരുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് പ്രതിയെ അറസ്റ്റ് ചെയ്തത്. 4 ദിവസം നീണ്ടുനിന്ന കൊടുങ്ങല്ലൂർ ഉപജില്ലാ കലോത്സവം സമാപിച്ചു. ആതിഥേയരായ മതിലകം സെന്റ് ജോസഫ് ഹയർ സെക്കൻഡറി സ്കൂൾ 977 പോയിന്റുമായി ഓവറോൾ ചാമ്പ്യന്മാരായി. 549 പോയിന്റുള്ള എറിയാട് GK VHSSനാണ് 2ാം സ്ഥാനം. 545 പോയിന്റ് നേടി കൊടുങ്ങല്ലൂർ GHSS 3ാം സ്ഥാനം കരസ്ഥമാക്കി. സമാപന സമ്മേളനം VR സുനിൽകുമാർ MLA ഉദ്ഘാടനം ചെയ്തു. മതിലകം പഞ്ചായത്ത് പ്രസിഡന്റ് സീനത്ത് ബഷീർ അധ്യക്ഷത വഹിച്ചു. ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ മൊയ്തീൻ കുട്ടി സമ്മാനദാനം നിർവഹിച്ചു. മതിലകം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് CK ഗിരിജ, ജില്ലാ പഞ്ചായത്ത് അംഗം KS ജയ, ശ്രീനാരായണപുരം പഞ്ചായത്ത് പ്രസിഡന്റ് MS മോഹനൻ, ജനറൽ കൺവീനർ VK മുജീബ് റഹ്മാൻ മാസ്റ്റർ തുടങ്ങിയവർ പങ്കെടുത്തു. കലോത്സവ ഭക്ഷണശാലയ്ക്ക് നേതൃത്വം നൽകിയ ഗോപാൽ ജിയെ ചടങ്ങിൽ ആദരിച്ചു. നമുക്ക് വളരെ സൗകര്യമായി ട്രോഫി നമ്പർ L40 ആളുകൾ സമ്മാനിക്കുന്നത് നമ്മളൊരു നല്ല തൃശൂരിൽ തുടരുന്ന അന്താരാഷ്ട്ര ചലച്ചിത്രമേളയിൽ കറുപ്പഴകി വെള്ളിയാഴ്ച തിരശ്ശീലയിലെത്തും. ആക്ടിവിസ്റ്റും മോഡലുമായ അഡ്വക്കേറ്റ് കുക്കു ദേവകിയുടെ ജീവിതത്തെ ആധാരമാക്കിയതാണ് കറുപ്പഴകി എന്ന ഡോക്യുമെന്ററി. IG മിനിയാണ് സംവിധാനം ചെയ്തിരിക്കുന്നത്. വെള്ളിയാഴ്ച രാവിലെ 11:30 രവികൃഷ്ണ തിയേറ്ററിലാണ് പ്രദർശനം. വരയുടെയും വായനയുടെയും ലോകത്ത് ശ്രദ്ധേയയായ ദക്ഷിണ എന്ന 7ാം ക്ലാസ്സുകാരിയുടെ ചിത്രപ്രദർശനം തൃശൂർ ലളിതകലാ അക്കാദമി ആർട്ട് ഗാലറിയിൽ ആരംഭിച്ചു. ചിത്രകല ശാസ്ത്രീയമായി പഠിച്ചിട്ടില്ലാത്ത ദക്ഷിണയുടെ പേരിൽ ചിത്രരചനയിൽ 3 റെക്കോർഡുകളാണ് ഉള്ളത്. സംസ്ഥാന സർക്കാരിന്റെ ഉജ്ജ്വല ബാല്യം പുരസ്കാരം ഉൾപ്പെടെ നിരവധി പുരസ്കാരങ്ങളാണ് ഇതിനോടകം SN ദക്ഷിണ കരസ്ഥമാക്കിയത്. ദക്ഷിണയുടെ ചിത്രപ്രദർശനം തൃശൂർ ലളിതകലാ അക്കാദമിയിൽ നടനും എഴുത്തുകാരനുമായ VK ശ്രീരാമൻ ഉദ്ഘാടനം ചെയ്തു. അക്കാദമി ചെയർമാൻ മുരളി ചീരോത്ത്, സെക്രട്ടറി ബാലമുരളീകൃഷ്ണ, ചിത്രകാരി കവിതാ ബാലകൃഷ്ണൻ, എഴുത്തുകാരി ഷാനു ജീതിൻ തുടങ്ങിയവർ സന്നിഹിതരായിരുന്നു. തിരുവനന്തപുരം കാട്ടാക്കട സ്വദേശിയും മലപ്പുറം പുത്തനത്താണിയിൽ KSEB ഓവർസിയറുമായ നോബിളിന്റെയും ഷൈനിയുടെയും മകളാണ് ദക്ഷിണ. താനൂർ MES സെൻട്രൽ സ്കൂളിൽ പഠിക്കുന്ന ദക്ഷിണ ഇതുവരെ ചിത്രരചന ശാസ്ത്രീയമായി പഠിച്ചിട്ടില്ല. 2ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് കോഴിക്കോട് ചിത്രപ്രദർശനം നടത്തുകയും അതിൽ നിന്ന് ലഭിച്ച വരുമാനമായ 25,000 രൂപ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് കൈമാറുകയും ചെയ്തിരുന്നു. ഇതിനകം 2,500-ലേറെ പുസ്തകങ്ങൾ വായിക്കുകയും
കുറിപ്പുകൾ തയ്യാറാക്കുകയും ചെയ്ത ദക്ഷിണ 3000-ഓളം ചിത്രങ്ങളാണ് വരച്ചിട്ടുള്ളത്. ചിത്രരചനയിൽ ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡ്, ഏഷ്യ ബുക്ക് ഓഫ് റെക്കോർഡ്, ഇന്റർനാഷണൽ ബുക്ക് ഓഫ് റെക്കോർഡ്സ് കരസ്ഥമാക്കിയിട്ടുണ്ട് ഈ കൊച്ചുമിടുക്കി. വികാരങ്ങൾ, സ്വപ്നങ്ങൾ, പ്രകൃതി എന്നിവയിൽ അധിഷ്ഠിതമായ 100 ചിത്രങ്ങളാണ് തൃശ്ശൂരിലെ പ്രദർശനത്തിൽ ഇടം പിടിച്ചിരിക്കുന്നത്. അക്രിലിക്, വാട്ടർ കളർ, ഓയിൽ പെയിന്റ്, പെൻസിൽ എന്നീ മീഡിയങ്ങളിലുള്ളതാണ് ചിത്രങ്ങൾ. 4 ദിവസം നീണ്ടു നിൽക്കുന്ന ചിത്ര പ്രദർശനം 17-ന് സമാപിക്കും. TCV തൃശ്ശൂർ. ലൈൻ ട്രാഫിക് അജ്ഞത മൂലം അപകടങ്ങൾ പതിവാകുന്നു. ലൈൻ ട്രാഫിക് നിർദ്ദേശിച്ചിരിക്കുന്ന 4-വരി 6-വരി പാതകളിൽ വലിയ വാഹനങ്ങൾ, ഭാരം കയറ്റിയ വാഹനങ്ങൾ, വേഗത കുറഞ്ഞ വാഹനങ്ങൾ എന്നിവ ഇടതുവശം ചേർന്ന് മാത്രമേ പോകാവൂ. വലതുവശത്തെ ലൈനിലൂടെ ഇത്തരം വാഹനങ്ങൾ സഞ്ചരിക്കുന്നത് പിന്നിലുള്ളവർക്ക് ഏറെ ബുദ്ധിമുട്ടുണ്ടാക്കുകയും അവർക്ക് ഓവർടേക്ക് ചെയ്തു പോകാൻ കഴിയാതെ വരികയും ചെയ്യുന്നു. ഇതുമൂലം ഇടതുവശത്തുകൂടെ ഓവർടേക്ക് ചെയ്യാനുള്ള പ്രവണത കൂടുകയും ഇത് അപകടങ്ങൾക്ക് കാരണമാകുകയും ചെയ്യുന്നുണ്ട്. ദേശമംഗലത്ത് വ്യാജമദ്യവുമായി ഒരാൾ പിടിയിൽ. ദേശമംഗലം പല്ലൂർ പണ്ടാരത്തുപടി വീട്ടിൽ പ്രദീപിനെയാണ് 5 ലിറ്റർ വ്യാജമദ്യവുമായി വടക്കാഞ്ചേരി എക്സൈസ് സംഘം പിടികൂടിയത്. ഇയാളുടെ ബൈക്കും പിടിച്ചെടുത്തു. വടക്കാഞ്ചേരി എക്സൈസ് ഇൻസ്പെക്ടർ ജീൻ സൈമണും സംഘവുമാണ് പ്രദീപിനെ പിടികൂടിയത്. ഇനി സ്വർണം, വെള്ളി, പ്ലാറ്റിനം നിരക്കുകൾ. തരകൻസ് റോയൽ ജ്വല്ലറി സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് നിങ്ങളുടെ അമൂല്യമായ വജ്രത്തിന് ഇനി മുഴുവൻ മൂല്യവും തരകൻസ് റോയൽ ജ്വല്ലറി, കുന്നംകുളം, ഷാർജ. സ്വർണം ഗ്രാമിന് 6900 രൂപ, പവന് 55,200 രൂപ, വെള്ളി ഗ്രാമിന് 97 രൂപ, പ്ലാറ്റിനം ഗ്രാമിന് 3260 രൂപ. തരകൻസ് റോയൽ ജ്വല്ലറി സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് നിങ്ങളുടെ അമൂല്യമായ വജ്രത്തിന് ഇനി മുഴുവൻ മൂല്യവും തരകൻസ് റോയൽ ജ്വല്ലറി, കുന്നംകുളം, ഷാർജ. പ്രധാന വാർത്തകൾ വീണ്ടും. ചേലക്കരയിൽ പോളിംഗ് ശതമാനക്കണക്കിൽ വിജയപ്രതീക്ഷയുമായി മുന്നണികൾ. വിജയമുറപ്പിച്ച LDF, മണ്ഡലം പിടിച്ചെടുക്കുമെന്ന് UDF-ഉം NDA-യും. PG ഡാം ഷട്ടറുകൾ തുറന്നുവിട്ട സംഭവം ഡാം മാനേജ്മെന്റ് കൈകാര്യം ചെയ്ത ഉദ്യോഗസ്ഥർക്ക് വീഴ്ച പറ്റിയതായി പോലീസ്. അന്വേഷണ റിപ്പോർട്ട് PG പോലീസ് കമ്മീഷണർക്ക് കൈമാറി. കൊടകര കള്ളപ്പണ കേസിൽ അന്വേഷണ പുരോഗതി ആവശ്യപ്പെട്ട് ഹൈക്കോടതി നോട്ടീസ്. എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിനും ആദായ നികുതി വകുപ്പിനും DGP-ക്കുമാണ് ഹൈക്കോടതി നോട്ടീസ് നൽകിയത്. ഇരിങ്ങാലക്കുട ആലീസ് വധക്കേസ് 5 വർഷമായിട്ടും പ്രതികളെ കണ്ടെത്താനാകാതെ ഇരുട്ടിൽ തപ്പി പോലീസ്. CBI അന്വേഷണം ആവശ്യപ്പെട്ട് കുടുംബം രംഗത്ത്. സംസ്ഥാനത്ത് ആന എഴുന്നള്ളിപ്പിന് മാർഗനിർദ്ദേശങ്ങളുമായി ഹൈക്കോടതി. ആനകൾ തമ്മിൽ 3 മീറ്റർ ദൂരപരിധിയും ജനങ്ങളും ആനകളും തമ്മിൽ 8 മീറ്റർ ദൂരപരിധിയും പാലിക്കണമെന്ന് നിർദ്ദേശം. കേരള വിഷന്റെ ആഭിമുഖ്യത്തിൽ നടപ്പാക്കുന്ന എന്റെ കൺമണിക്ക് ഫസ്റ്റ് ഗിഫ്റ്റ് പദ്ധതിയുടെ ഉദ്ഘാടനം ശിശുദിനത്തിൽ തൃശൂർ ജനറൽ ആശുപത്രിയിൽ നടന്നു. 500ഓളം കിറ്റുകളാണ് കുരുന്നുകൾക്ക് ആദ്യ സമ്മാനമായി വിതരണം ചെയ്യുന്നത്. തൃശൂർ ശക്തൻ ബസ് സ്റ്റാൻഡ് അത്യാധുനിക രീതിയിൽ കോൺക്രീറ്റിംഗ് ചെയ്യുന്ന പ്രവർത്തികൾക്ക് വെള്ളിയാഴ്ച തുടക്കമാകും. നവീകരണ പ്രവർത്തികളുടെ ഭാഗമായി സ്റ്റാൻഡിലെത്തുന്ന ബസ്സുകൾക്ക് ഗതാഗത ക്രമീകരണം ഏർപ്പെടുത്തി. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.